ഇന്ന് നമുക്ക് അടിപൊളി ഒരു കല്ലുമ്മക്കായ റെസിപ്പി ഒക്കെയല്ലോ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കല്ലുമ്മക്കായ കഴിക്കാനായിട്ട്. ഞാൻ ഇതുവരെ ആദ്യമായിട്ടുണ്ട് സംഭവം ഞാൻ ട്രൈ ചെയ്യുന്ന കഴിക്കണം. ആദ്യം നമുക്ക് കല്ലുമ്മക്കായ നല്ല പോലെ ക്ലീൻ ചെയ്യേണ്ട. ഈ സാധനം കല്ലുമ്മിരിക്കാനുള്ള നല്ല പോലെ പൂപ്പലൊക്കെ ഉണ്ടാവും. അപ്പം നല്ല പോലെ ഉരച്ച് കഴിക്കാൻ സാധനം വൃത്തിയാക്കി കിട്ടും. പിന്നെ അതിൻ്റെ ഉള്ളിലേ ഒരു പ്ലാസ്റ്റിക് പോലെ സാധനം ഉണ്ട്, അതും കൂടി എടുത്ത് കളയണം. അതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് അരപ്പുണ്ടാക്കണ്ടാക്കി തേങ്ങയും ചെറുള്ളി പച്ചമുളകും പിന്നെ നല്ല ജീരകവും പെരിഞ്ചീരകവും ഉപ്പും കുരുമുളകും കൊണ്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ അരച്ചെടുക്കാട്ടാ. എന്നിട്ട് അതിലേക്ക് നമ്മളെ പച്ചരിപ്പൊടിയാട്ടാ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കോഴിക്കോട് സ്റ്റൈൽ ഉണ്ടാക്കുമ്പോഴേ നമ്മളതിൽ പുഴക്കലേരി നല്ല പോലെ ഒരു 6 മണിക്കൂർ കുതിർത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ നമ്മുടെ സാൾട്ടും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കണേ നമ്മുടെ മാവ് റെഡി. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കണം നമ്മുടെ കല്ലുമ്മക്കായ്ക്ക് ഈ സാധനം ഫില്ല് ചെയ്തിട്ട് 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചേക്കണമെങ്കിൽ നമ്മുടെ ഇറച്ചിയൊക്കെ നല്ലപോലെ വിട്ട് മാവുമ്പോൾ പിടിച്ചിരുന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഷെല്ലിനും നമ്മുടെ മാവും ഇറച്ചും കൂടി സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി ഉപ്പും പിന്നെ നമ്മുടെ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ചതച്ചെടുത്തതില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് നല്ല പോലെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കല്ലുമ്മക്കായ നിറച്ച് റെഡി ആയിട്ടാ. പിന്നെ എൻ്റെ ഒരു കലാപരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ കൊത്തും പിന്നെ കുറച്ച് പച്ചമുളകും സവാളയും ഇട്ട് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്ത് കുറച്ച് നമ്മുടെ ചതയമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്ത് മസാലയിൽ നമ്മുടെ കല്ലുമ്മക്കായ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചെയ്ത് വന്നപ്പോഴുണ്ടല്ലോ ചെക്കൻ ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് നല്ല തേങ്ങ കൊത്തൊക്കെ വരുമ്പോഴേ നല്ല അതിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ നമ്മുടെ കറി ലീഫൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ.